കഥ. ആ ആദ്യ രാത്രി. പ്രവാസത്തിൻ്റെ തുടക്കം. പ്രവാസിയായ ഓരോ മലയാളിയുടെയും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു രാത്രിയുണ്ട്. ആദ്യമായി നാടുവിടാൻ നിൽക്കുന്ന ആ തലേ ദിവസത്തെ രാത്രി ഉണ്ണിയുടെ ജീവിതത്തിലെ ഏറ്റവും നീളമേറിയ രാത്രിയായിരുന്നു അത്. നാളെ പുലർച്ചെയാണ് അവന് ദുബായിലേക്കുള്ള ഫ്ലൈറ്റ്. മുറിയിലെ പഴയ ട്യൂബ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ മേൽക്കൂരയിലെ മരപ്പലകയിലേക്ക് നോക്കിക്കിടക്കുകയാണ് അവൻ. ഉറക്കം വരുന്നില്ല. നാളത്തെ യാത്രയുടെ പേടിയാണോ അതോ ഈ വീട് വിട്ടു പോകുന്നതിൻ്റെ സങ്കടമാണോ എന്നവന് തിരിച്ചറിയാനും കഴിയുന്നില്ല. അകത്ത് അടുക്കളയിൽ ഇപ്പോഴും വെളിച്ചമുണ്ട്. വെളിച്ചെണ്ണയിൽ വറുത്ത നേന്ത്രക്ക ഉപ്പേരിയുടെയും എരിവുള്ള മാങ്ങാച്ചാറിൻ്റെയും ഗന്ധം വീടാകെ പരക്കുന്നുണ്ട്. അവിടെ അമ്മ മാധവിയുടെ കണ്ണുകൾ അടുപ്പിലെ പുക കൊണ്ടല്ല നിറയുന്നത്. നാളെ മുതൽ തൻ്റെ ഉണ്ണിക്കുട്ടൻ ഈ വീട്ടിലില്ലല്ലോ എന്നോർക്കുമ്പോൾ ആ അമ്മയുടെ തൊണ്ടയിൽ വല്ലാത്തൊരു വിങ്ങൽ വന്ന് നിറയുകയാണ്. അക്കരെയുള്ള ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ അവന് കഴിക്കാൻ വേണ്ടിയുള്ള പൊതികൾ തയ്യാറാക്കുന്ന തിരക്കിലാണവർ. ഈറനണിഞ്ഞ കണ്ണുകൾ സാരിത്തുമ്പുകൊണ്ട് അവർ ഇടയ്ക്കിടെ തുടക്കുന്നുണ്ടായിരുന്നു. മുറ്റത്തെ ഇരുട്ടിൽ ആ പഴയ ചാരുകസാരയിൽ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് അച്ഛൻ രാഘവേട്ടൻ. വിരലുകൾക്കിടയിൽ എരിയുന്ന ബീഡിയുടെ വെളിച്ചത്തിൽ ആ മുഖത്തെ ആദിയും സങ്കടവും വ്യക്തമായി കാണാമായിരുന്നു. മഴ പെയ്യുമ്പോൾ ചോർന്നൊലിക്കുന്ന ആ വീടിൻ്റെ മേൽക്കൂരയിലേക്കും സിമൻ്റ് ഇളകിയ തിണ്ണയിലേക്കും രാഘവേട്ടൻ നോക്കി. ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ടിട്ടും ബാക്കിയായ ബാങ്ക് ലോണുകൾ, അതൊക്കെ തീർക്കാനാണല്ലോ എൻ്റെ കുട്ടി നാടുവിടുന്നത് എന്നോർത്ത് ആ അച്ഛൻ്റെ ഹൃദയം പിടയുന്നുണ്ടായിരുന്നു. ഉണ്ണിയുടെ മുറിയുടെ തിണ്ണയിൽ ഇളയ പെങ്ങൾ മാളു ഇരിപ്പുണ്ട്. നാളെ ചേട്ടനിടാൻ വേണ്ടി ഇസ്തിരിയിട്ട് വെച്ച പുതിയ ഷർട്ടും മടിയിൽ വെച്ച് അവൾ അങ്ങനെ ഉറക്കം തൂങ്ങുകയാണ്. അവൻ്റെ മുറിയുടെ നടുവിലായി ആ പഴയ ചുവന്ന VIP സ്യൂട്ട് കേസ് ഇരിപ്പുണ്ട്. ഒരുപാട് പേരുടെ ഗൾഫ് സ്വപ്നങ്ങൾക്ക് സാക്ഷിയായ അതേ പെട്ടി. അതിലടുക്കി വെച്ചിരിക്കുന്നത് വെറും ഉടുപ്പുകൾ മാത്രമായിരുന്നില്ല. അച്ഛൻ രാഘവേട്ടൻ്റെ ബാങ്ക് ലോണുകൾ, ഇളയ പെങ്ങൾ മാളുവിൻ്റെ കല്യാണ സ്വപ്നങ്ങൾ, ഈ വീടിൻ്റെ മേൽക്കൂര, അങ്ങനെ ആ കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷകളുമാണ് ഉണ്ണി ആ പെട്ടിയിൽ ഞെരുക്കി നിറച്ചു വച്ചിരിക്കുന്നത്. ഉടുപ്പുകൾക്കിടയിൽ ഭദ്രമായി വെച്ചിട്ടുള്ള പഴയൊരു ഫോട്ടോ ആൽബം, നാടിൻ്റെ ഓർമ്മകൾക്ക് കടലിനക്കരെ കൂട്ടിരിക്കാൻ അവൻ കൊണ്ടുപോകുന്ന ഒരേ ഒരു സമ്പാദ്യം. മറന്നു പോകാതിരിക്കാൻ ചുളുങ്ങിയൊരു പ്ലാസ്റ്റിക് കവറിലിട്ട് വെച്ചിട്ടുള്ള പുതുമണം മാറാത്ത പാസ്പോർട്ടും ടിക്കറ്റും. ഇടയ്ക്കിടെ അത് തുറന്നു നോക്കുമ്പോൾ നാടുവിടാൻ പോകുന്ന ഉണ്ണിയുടെ ഉള്ളിലെ ആ ഒരു നെഞ്ചിടിപ്പ്, അത് വിമാനം കയറിയ ഏതൊരാൾക്കും പെട്ടെന്ന് മനസ്സിലാവുമായിരിക്കും. നിറഞ്ഞു കവിഞ്ഞ ആ പെട്ടി കൂട്ടാൻ ഉണ്ണി പാടുപെടുന്നത് കണ്ട് രാഘവേട്ടൻ അകത്തേക്ക് വന്നു. രണ്ടാളും കൂടി അമർത്തിപ്പിടിച്ചാണ് ആ പഴയ പെട്ടിയുടെ ലോക്ക് അവസാനം വീഴ്ത്തിയത്. ആ പെട്ടിക്ക് വല്ലാത്തൊരു ഭാരമുണ്ടായിരുന്നു അപ്പോൾ. പുലർച്ചെ 3 മണിയായി. എയർപോർട്ടിലേക്കുള്ള സുകുമാരൻ്റെ ടാക്സി മുറ്റത്ത് വന്ന് നിന്നു. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വീടിൻ്റെ ചുമരിലേക്ക് അടിച്ചപ്പോൾ എല്ലാവരുടെയും ഉള്ളിലൊരു കൊള്ളിയാൻ മിന്നി. സമയമായിരിക്കുന്നു. സുകുമാരൻ വന്ന് ആ വലിയ പെട്ടി വണ്ടിയുടെ ഡിക്കിയിലേക്ക് എടുത്തു വെച്ചു. ഉണ്ണി പുതിയ ഷർട്ടും പാൻറ്റും ഇട്ട് കയ്യിലൊരു ചെറിയ ബാഗുമായി ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു. ഉമ്മറത്ത് നിൽക്കുന്ന അച്ഛൻ്റെയും അമ്മയുടെയും കാല് തൊട്ട് വന്നിക്കാൻ കുനിഞ്ഞപ്പോൾ ഉണ്ണിയുടെ തൊണ്ടയിലൊരു വലിയ ഗദ്ഗതം വന്നു കുരുങ്ങി. രാഘവേട്ടൻ വിറക്കുന്ന കൈകൾ ഉണ്ണിയുടെ തലയിൽ തലോടി. സൂക്ഷിക്കണം ട്ടോ എന്ന ആ ഒറ്റ വാക്കിൽ ഒരച്ഛൻ്റെ ലോകം മുഴുവനുമുണ്ടായിരുന്നു. മാധവിയമ്മക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവർ ഉണ്ണിയെ കെട്ടിപ്പിടിച്ച്
പൊട്ടിക്കരഞ്ഞു. നേരത്തിന് വല്ലതും കഴിക്കണേ ഉണ്ണി എന്ന് പറയുമ്പോൾ ആ അമ്മയുടെ നെഞ്ച് പൊട്ടുന്നുണ്ടായിരുന്നു. പെങ്ങൾ മാളു കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവളുടെ തലയിൽ മെല്ലെ തലോടി ഉണ്ണി പറഞ്ഞു, കരയാതിരിക്കുമാളൂ, ചേട്ടൻ വരുമ്പോൾ നിനക്ക് നല്ലൊരു വാച്ച് കൊണ്ടുവരാം ട്ടോ. അവൻ അവളെ ചേർത്ത് പിടിച്ചു. വണ്ടിയിൽ കയറി ഡോറടച്ചപ്പോൾ വല്ലാത്തൊരു ശൂന്യതയായിരുന്നു. വണ്ടി പതുക്കെ മുറ്റത്ത് നിന്നിറങ്ങി. ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഉമ്മറത്തെ ട്യൂബ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ തന്നെ നോക്കി നിൽക്കുന്ന ആ 3 മുഖങ്ങൾ അവന് കാണാമായിരുന്നു. എയർപോർട്ടിലേക്കുള്ള ആ യാത്ര ഭയങ്കര നിശബ്ദമായിരുന്നു. വണ്ടിയിലുള്ള സുകുമാരൻ പോലും ഒന്നും മിണ്ടിയില്ല. പെയ്യാൻ നിൽക്കുന്ന മഴമേഘം പോലെയായിരുന്നു ഉണ്ണിയുടെ മനസ്സ്. വണ്ടിയുടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ നാളുകളായി ഉണ്ണി കണ്ടു വളർന്ന ആ ഇടവഴികൾ ഒന്നൊന്നായി പിന്നിലേക്ക് പോകുന്നു. കൂട്ടുകാരുമൊത്ത് കളിച്ചു വളർന്ന ആ ഗ്രൗണ്ടും കവലയിലെ പഴയ വായനശാലയും എല്ലാം ഇരുട്ടിൽ മറയുകയാണ്. ഇനി ഇതൊക്കെ എന്ന് കാണാൻ പറ്റും എന്ന സത്യം അവനെ വല്ലാതെ നോവിച്ചു. ഉറങ്ങിക്കിടക്കുന്ന ആ നാടിനെ നോക്കി മനസ്സുകൊണ്ട് അവനൊരു യാത്ര പറയുകയായിരുന്നു. അപ്പോൾ സ്നേഹിച്ചവരിൽ നിന്നുള്ള ഈ വിരഹമുണ്ടല്ലോ, അതാണ് പ്രവാസത്തിൻ്റെ ഏറ്റവും വലിയ വേദന. ഹൈവേയിലെ വെളിച്ചങ്ങളിലേക്ക് വണ്ടി കടന്നപ്പോൾ ഉണ്ണിയുടെ മനസ്സിൽ വരാൻ പോകുന്ന ഭാവിയെക്കുറിച്ചുള്ള പേടിയായിരുന്നു. എന്താകും അവിടെ? ജോലി ശരിയാകുമോ? അറിയാത്ത നാടല്ലേ? ചിന്തകൾ അവനെ വരിഞ്ഞു മുറുക്കി. എയർപോർട്ടിലെത്തിയാൽ പിന്നെ എല്ലാം പെട്ടെന്നാണ്. ട്രോളിയിൽ ആ വലിയ പെട്ടിയും വെച്ച് ഡിപ്പാർച്ചർ ഗേറ്റിന് മുന്നിലെത്തിയപ്പോൾ ഉണ്ണി കൂടെ വന്ന അമ്മാവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ഒരു വിളറിയ ചിരി ചിരിച്ചു. ആ വലിയ ഗ്ലാസ് ഡോറിന് മുന്നിൽ അവൻ നിന്നു. ആ ഗ്ലാസ് ഡോർ അടയുന്നതിന് മുമ്പ് ഉണ്ണി ട്രോളി ഒന്ന് നിർത്തി പുറത്തേക്ക് തിരിഞ്ഞു നോക്കി. അവിടെ അവൻ്റെ അച്ഛനും അമ്മയുമില്ല. പക്ഷേ അവൻ്റെ മനസ്സ് ആ പഴയ വീടിൻ്റെ ഉമ്മറത്തായിരുന്നു. കണ്ണീരോടെയുള്ള ആ ഒരൊറ്റ നോട്ടത്തിൽ അവൻ പറയാതെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് സത്യത്തിൽ അവൻ്റെ ഉള്ളിലെ ആ പഴയ നാട്ടിൻ പുറത്തുകാരൻ മരിക്കുന്നതും അവൻ യഥാർത്ഥത്തിൽ ഒരു പ്രവാസിയായി മാറുന്നതും. കാലം ഒരുപാട് മാറി. വിമാനയാത്രകൾ ഇന്ന് സർവ്വസാധാരണമായി. ഇന്ന് ഉണ്ണിയെപ്പോലെ പലരും AC ഇട്ട കാറുകളിൽ വന്ന് ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ നിന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് വീലുള്ള സ്മാർട്ട് ബാഗുകളുമായി യാത്ര ചെയ്യുന്നുണ്ടാകാം. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം കുടുംബത്തിന് വേണ്ടി സകല സ്വപ്നങ്ങളും മാറ്റിവെച്ച് ഉള്ളിലെ സങ്കടം പുറത്ത് കാണിക്കാതെ ആ പഴയ പെട്ടിയും പിടിച്ച് വിമാനം കയറിയ ഉണ്ണിമാരുടെ ആ ആദ്യത്തെ യാത്രയുടെ ഭാരം അത് ഇന്നത്തെ ഒരു ബിസിനസ് ക്ലാസ് യാത്രകൾക്കും അവകാശപ്പെടാൻ കഴിയില്ലായിരിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ സ്റ്റോറി വിത്ത് us ബൈ മുഹഷിറ.